ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുകയാണ്. ISL രണ്ടാം ഫേസിലെ രണ്ടാമത്തെ എവേ പോരാട്ടത്തിൽ ചെന്നൈയിൻ FC ആണ് ഇന്ന് കേരളത്തിൻ്റെ എതിരാളികൾ. ശരിക്കും 2024 തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികൾ നിറഞ്ഞതായിരുന്നു. കളിച്ച 5 മത്സരങ്ങളിൽ 8 മത്സരം മാത്രമാണ് ഇതുവരെ കൊമ്പൻ വിജയിക്കാൻ സാധിച്ചത്. സൂപ്പർ കപ്പിലും അതോടൊപ്പം തന്നെ ISLൻ്റെ രണ്ടാം വരവിലുമായി കളിച്ച 5 മത്സരങ്ങളിൽ സൂപ്പർ കപ്പിലെ ആ ഒരൊറ്റ വിജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഈ ഒരു കലണ്ടർ ഇയറിൽ നേടിയെടുക്കാൻ സാധിച്ചത്. ISL രണ്ടാം വരവിൽ കളിച്ച 2 പോരാട്ടങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഗോളടിച്ച ശേഷമായിരുന്നു തകർന്നടിഞ്ഞത്. ഒഡീഷയ്ക്കെതിരായ പോരാട്ടത്തിൽ എവേ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കും പഞ്ചാബിനെതിരായ ഹോം മാച്ചിൽ ഇതുവരെയും ഈ സീസണിൽ കൊച്ചിയിൽ ഒരു മത്സരം പോലും തോൽക്കാതെ റെക്കോർഡുമായി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് FCയോട് 1-3 ഗോളുകൾക്കായിരുന്നു പരാജയപ്പെട്ടത്. ശരിക്കും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടീം പോസിറ്റീവ് വൈബ് വീണ്ടെടുക്കാനായിരിക്കും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് തൻ്റെ താരങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. പോയിൻറ്റ്സ് ടേബിളിൽ ഏതാണ്ട് പിന്നിലാണെങ്കിൽ പോലും ചെന്നൈയിൻ FC എഴുതിത്തള്ളാൻ സാധിക്കില്ല കേരളത്തിൻ്റെ കൊമ്പന്മാർക്ക്. കാരണം ഓവൻ കോഹ്ലി എന്ന മാസ്റ്റർ ടാക്ടീഷ്യൻ പരിശീലിപ്പിക്കുന്ന ചെന്നൈയിൻ FC ഏത് നിമിഷവും ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച കംബാക്ക് നടത്താൻ കെൽപ്പുള്ളവരാണ്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെയും ചെന്നൈയിൻ FC കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടങ്ങളെല്ലാം ശരിക്കും സദേൺ ഡെർബിയിലെല്ലാം വളരെ മികച്ച ഒരു ഫുട്ബോൾ എഫക്റ്റ് തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ഒരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം അല്ലെങ്കിൽ ഹെഡ് ടു ഹെഡിൽ പോലും അത്ര പിന്നിലോ മുന്നിലോ അല്ല ഒരു ടീമുകളും. അതിനാൽ തന്നെ ഏറ്റവും വാശിയേറുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് സദേൺ ഡെർബിയിൽ ചെന്നൈയിലെ മറീന അരീനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ വട്ടം. നമുക്കറിയാം, 4 ലോസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഉള്ളത്. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഷില്ലോങ് ലജോങ്ങിനെ പരാജയപ്പെടുത്തിയ ശേഷം പിന്നീട് അങ്ങോട്ട് കളിച്ച ISL രണ്ടാം വരവിൽ കളിച്ച മത്സരങ്ങളടക്കം തുടർച്ചയായ 4 മത്സരങ്ങൾ തന്നെ കൊമ്പന്മാർ പരാജയപ്പെട്ടത്. അതിനിടയിൽ പല സൂപ്പർ താരങ്ങളും പരിക്ക് പറ്റി പോവുകയും കൂടുതൽ മികച്ച റീപ്ലേസ്മെൻറ്റുകൾ കൊണ്ടുവരികയെന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ തോറ്റ ശേഷം കേരളത്തിൻ്റെ ആരാധകർക്കിടയിൽ നിന്ന് വളരെ അധികം രോഷം തന്നെയാണ് ടീമിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും കട്ടയ്ക്ക് നിൽക്കുന്ന മഞ്ഞപ്പട തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്വന്തം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചുവരവിന് അക്കം കൂട്ടുന്നത്. തിരിച്ചു വന്നേ തീരൂ കേരളത്തിൻ്റെ ആ ഒരു സ്വന്തന്മാർക്ക്. അപ്പോൾ ഇന്ന് ചെന്നൈയിൻ FC നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സാധ്യത 11 എങ്ങനെയായിരിക്കും? ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. ഡിഫൻസിൽ മിലോസ്, നവോച്ച, പ്രീതം എന്നിവർക്കൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മാർക്കോ ലസ്കോവിച്ച് എന്ന ക്രൊയേഷ്യൻ സെൻറ്റർ ബാക്ക് തിരികെ 11ലേക്ക് എത്തും. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ജീസൺ സിംഗ്, KP രാഹുൽ എന്നിവർക്ക് പുറമെ കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തിരുന്ന വിപിൻ മോഹനനും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഐമനും തിരികെ 11ലേക്ക് എത്തും. നമുക്കറിയാം, വിപിൻ മോഹനൻ പരിക്കേറ്റ് പിടിയിലായിരുന്നു. എന്നാൽ റിക്കവറായി വന്ന ശേഷം താരം ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 11ലേക്ക് എത്തിയേക്കാം. മുന്നേറ്റത്തിൽ പതിവ് പോലെ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയതുപോലെ ദിമിത്രോസ് ഡമന്തക്കോസിനൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഫെഡോർ ചെർണിച്ച് തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഇരു താരങ്ങളുടെയും കോംബോ അത്ര വർക്കൗട്ട് ആയിരുന്നില്ലെങ്കിൽ പോലും ആദ്യ മത്സരമായിരുന്നു. എന്നിരുന്നാലും ഇന്നത്തെ മത്സരത്തിൽ ദിമിത്രോസ് ഡമന്തക്കോസ്, ഫെഡോർ ചെർണിച്ച് മുന്നേറ്റ നിര തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.